മാധ്യമം റിപ്പോർട്ടർ അനുരു അശോകനും ചീഫ് എഡിറ്റർ അബ്ദുറഹ്മാൻ സാഹിബിനും പോലീസ് നൽകിയ നോട്ടീസുകൾ വളരെ അപകടം പിടിച്ചവയാണ്. വാർത്തകളുടെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭരണകേന്ദ്രങ്ങൾ എന്നും നടത്തുന്ന അന്വേഷണങ്ങളുടെ ഭാഗമാണ്. പക്ഷേ പത്രപ്രവർത്തകരെ കൂടി അതിൽ പങ്കാളികളാക്കുക എന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. തികച്ചും അപകടം പിടിച്ചതെന്ന് ഞാൻ പറയാൻ കാര്യം, മാധ്യമം റിപ്പോർട്ടറോട് അദ്ദേഹത്തിന്റെ ഫോൺ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഇതൊരു കാര്യത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ടെക്നോളജിയുടെ ഈ യുഗത്തിൽ നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്ന, നമ്മളുമായിട്ട് ഏറ്റവും വ്യക്തിബന്ധം അവർക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നമ്മളെക്കുറിച്ചുണ്ടാകും. അത് പ്രൈവസിയിലുള്ള ഒരു അറ്റാക്ക് മാത്രമല്ല, ഫോൺ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ പ്രൈവസിയിലുള്ള ഒരു അറ്റാക്ക് മാത്രമല്ല, പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ശിലയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരു ഫോൺ എന്തെങ്കിലും നിയമ നടപടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ആവശ്യമാണെങ്കിൽ അതിന് വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ന്യൂസ് ക്ലിക്ക് എന്ന പ്രസിദ്ധീകരണത്തിന്റെ റെയ്ഡ് നടക്കുകയും അതിന്റെ ഫൗണ്ടറും ചീഫ് എഡിറ്ററുമായ പ്രവീർ കപൂരകാശത്തെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം 50ഓളം പേരുടെ പേഴ്സണൽ ഡിവൈസസ്, ഫോണും ലാപ്ടോപ്പ് മുതലായവ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, അതായത് 5 അക്കഡമീഷ്യൻസ് ചേർന്ന് വളരെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഫോണും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. ഇത് സീനിയർ അഡ്വക്കേറ്റ് നിത്യ രാമകൃഷ്ണൻ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് കോടതി കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും വീണ്ടും ഈ ഗൈഡ് ലൈൻസ് അവരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനകത്ത് ജുഡീഷ്യൽ വാറന്റ് ഇല്ലാതെ പോലീസിന് ഒരു ഫോൺ കൈക്കലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പോലീസ് നോട്ടീസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഫോൺ സ്വമേധയാ കൊടുത്തില്ലെങ്കിൽ അവർ BNS 210 അനുസരിച്ച് മജിസ്ട്രേറ്റ് ഇതിൽ കോടതിയിൽ മൂവ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ വരട്ടെ. അപ്പം കോടതി എന്ത് പറയുന്നു, ആ ജുഡീഷ്യൽ ഓർഡർ അനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അത് പോലീസിന്റെ ചോദിച്ചുകൊണ്ടിന് കൊടുക്കേണ്ട കാര്യമില്ല. 2, കോടതി അങ്ങനെ ഉത്തരവിട്ടാൽ പോലും ഒരു ഡിവൈസിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ഈ സോഴ്സും അതിനകത്ത് ഉൾപ്പെടും. തൊഴിലിനോട് ബന്ധപ്പെട്ടാണെങ്കിലും അത് ഇതിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. അപ്പോൾ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റിയുടെ മുന്നിൽ വെച്ച് കേസിന് ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആവശ്യമെന്ന വിവരമാണ് ആവശ്യമെങ്കിൽ അതിനു വേണ്ടുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം പോലീസിന് നൽകുകയും മറ്റു വിവരങ്ങൾ ഫോണിന് ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാനുള്ള അവകാശവും ഉണ്ട്. നിർബന്ധമായ പാസ്വേഡ് ചോദിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ മാനദണ്ഡങ്ങളാണ് ഇതിനകത്തുള്ളത്, ഈ ഗൈഡ് ലൈൻസിനകത്തുള്ളത്. ഇതെല്ലാം എന്തെങ്കിലും ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 3, സോഴ്സ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഴ്സുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമപരമായ കവചം ഇന്ത്യയിൽ എത്രമാത്രം വ്യക്തമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും അവ്യക്തതയുള്ളൊരു കാര്യമാണത്. അപ്പോൾ കോടതികൾ കേസ് ബൈ കേസസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ നിയമപരമായി എന്തു തന്നെയായാലും ധാർമ്മികമായും എത്തിക്കലി ആൻഡ് മോറലി പത്രധർമ്മം അനുസരിച്ച് ഒരിക്കലും ഒരു സോഴ്സിനെ ഒരു പത്രപ്രവർത്തകനോ ഒരു പത്രസ്ഥാപനത്തിനോ റിവീൽ ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ പത്രത്തിനും അങ്ങനെ ചെയ്ത പത്രപ്രവർത്തകർക്കും പിന്നീട് സ്വയം പത്രസ്ഥാപനമെന്നോ പത്രപ്രവർത്തകനെന്നോ സ്വയം വിശേഷിപ്പിക്കാനുള്ള അവകാശവും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രതീക്ഷയുണർത്തുന്നത് റിപ്പോർട്ടർ അശോകന്റെ വളരെ ശ്ലാഘനീയമായ നിലപാട് തന്നെയാണ്. തനിക്ക് വ്യക്തിപരമായ എന്ത് നഷ്ടം വന്നാലും താൻ ഈ ഇൻഫർമേഷൻ പുറത്തു വിടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുറത്തു കൊടുക്കില്ല, അതായത് സോഴ്സ് ആരാണെന്ന് പറയില്ല. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. പൊതുസമൂഹവും ഇതോട് ബന്ധപ്പെട്ട മറ്റെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും
വളരെ ഗൗരവത്തോടെ ഈ കാര്യത്തെ നോക്കിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലർ വാട്ടർ ഗേറ്റിനെ കുറിച്ച് ഈ ഇഷ്യൂ സംബന്ധിച്ച് അമേരിക്കയിൽ നടന്ന വാട്ടർ ഗേറ്റ് സ്കാൻഡലിനെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ചിലർ ചോദിച്ചു അത്രയൊക്കെ അത്രയും വലുതാക്കേണ്ടതുണ്ട്. കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു, 60കളിൽ ബോബ് വുഡ്വാർഡും കാൾ ബേൺസ്റ്റീനും പിന്നീട് പുലിറ്റ്സർ കിട്ടിയ അവർ രണ്ടുപേരും കൂടിയാണ് വാട്ടർ ഗേറ്റ് അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് ഡീപ് ത്രോട്ട് എന്ന് പറഞ്ഞൊരു സോഴ്സാണ് അവർക്ക് വിവരങ്ങൾ നൽകിയത്. ഈ ഡീപ് ത്രോട്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ കഴിയുന്നത്ര ശ്രമിച്ചെങ്കിലും നടന്നില്ല. വളരെ അടുത്ത കാലത്താണ് അദ്ദേഹം ആരാണെന്നുള്ളത് വളരെ വസ്തുതാപരമായി സ്ഥിരീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും വർഷം വുഡ്വാർഡും കാൾ ബേൺസ്റ്റീനും അത് പുറത്തു വിട്ടിരുന്നില്ല. എന്നാൽ ഞാൻ ആലോചിക്കുകയാണ്, അന്ന് കേരളത്തിലെ ക്രൈംബ്രാഞ്ചാണ് നിക്സൺ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പേട്ടയിലെ ഓഫീസിൽ ബോബ് വുഡ്വാർഡിനെയും കാൾ ബേൺസ്റ്റീനെയും കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമായിരുന്നു. ഞാനല്ലാതെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ചിലപ്പോൾ നമുക്കുണ്ടാകുമായിരുന്നിരിക്കാം. അപ്പോൾ ആ രീതിയിൽ ഒട്ടും അതിശയോക്തിയല്ല. നമ്മുടെ ഓരോ അവകാശങ്ങളും പത്രങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് വളരെ ഗൗരവപൂർവമായ ഒരു കാര്യമാണ്. എന്ത് വന്നാലും സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് ശ്രീ അശോകനെടുത്ത നിലപാട് ഏറ്റവും സ്തുത്യർഹമാണ്.